പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഇരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 50-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുകയും ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ടായത്. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യേശു കർത്താവിന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുന്നതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളാണ് നാം വായിച്ചു കേട്ടത്. 6-7 അധ്യായങ്ങളിൽ ഈ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു കർത്താവ് കടലിന്റെ മീതെ നടന്നു വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗം പറയുന്നത്. എല്ലാവരും അത് കണ്ട് ഭ്രമിച്ചിരുന്നു. യേശു അവരോട് പറയുന്നൊരു വേടാണ്, ധൈര്യപ്പെടുക, ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. തൊട്ടു മുന്നിലുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 6-ാം അധ്യായം 43 മുതലുള്ള വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അസാധാരണമായ ഒരു ശുശ്രൂഷയ്ക്കൊടുവിൽ ബാലൻസ് വന്നത് ശിഷ്യന്മാരുടെ കയ്യിൽ 12 കൊട്ട നിറച്ചെടുത്തു കൊടുത്ത് അക്കരയ്ക്കു പോകാൻ നിർബന്ധിച്ചവരെ പറഞ്ഞുവിടുകയാണ്. അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുമ്പോൾ പൈശാചിക മേഖലകൾ ചിന്തിച്ചു. യേശു ഇവരുടെ കയ്യിൽ കൊടുത്തതും ഇവരെ അക്കരയിൽ ഇവരെയും എത്തിക്കരുതെന്നൊരു തീരുമാനം. ഈ തീരുമാനത്തിൽ ഇവർ പടക് കയറി യാത്ര ചെയ്യുന്ന വേളയിൽ പടകാടി ഉളരാൻ തുടങ്ങി. ഇവർ 12 പേരുണ്ട്. മാത്രമല്ല, അവർ കഴിഞ്ഞ സമയങ്ങളിൽ ഭക്ഷിച്ച ഭക്ഷണ സാധനങ്ങളുടെ ബാലൻസും ഇവരുടെ കയ്യിലുണ്ട്. അതൊരു പക്ഷെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കാനോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ എന്തുമായിക്കോട്ടെ, ഒരു നന്മ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ നന്മ കൊണ്ടുപോകുന്നവരും ഒരുപോലെ ഇല്ലാതാകണമെന്ന് പിശാചിട്ട ഒരു ഹിഡൻ അജണ്ട യേശു കർത്താവ് അതിനെ വഴിമാറ്റി വിടുകയാണ്. ഉയർന്നൊരു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ കിടന്നുപോയ യേശു പ്രാർത്ഥനാ സ്ഥലത്ത് മനസ്സിലായി, തന്റെ ശിഷ്യഗണങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലുള്ള, തങ്ങളുടെ കരത്തിലിരിക്കുന്ന നന്മ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പ്രതികൂലങ്ങൾ അവരുടെ നേരെ അടിച്ചുയരുന്നു. പ്രിയരെ, നാം ഒരു നന്മ അനുഭവിക്കുമെന്ന് മനസ്സിലാക്കിയാൽ, കർത്താവ് നമുക്കൊരു നന്മ വരുമെന്ന് മനസ്സിലാക്കിയാൽ അതിനെ തകർത്തു കളയാം. ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ ഒരുങ്ങുമ്പോൾ അതിനെതിരെ ആശ്രയിക്കാൻ ഒരു വടം മാത്രമേ ഉള്ളത്, കർത്താവിന്റെ സന്നിധിയിലാണ്. ഇവർ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും, 47-ാമത്തെ വേദഭാഗം ഇങ്ങനെയാ വായിക്കുന്നത്, പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. യേശു കരയിലും പടക് കടലിന്റെ നടുവിലും. ഒരു കാരണവശാലും യേശുവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട്, പടകിനകത്തില്ലാത്തത് കൊണ്ട് പടകും ഇവരെ മുക്കിക്കളയാമെന്ന് പിശാച് തീരുമാനിച്ചു. തൊട്ടതായിട്ട് നോക്കിയ കാറ്റ് പ്രതികൂലമാകൊണ്ട് തണ്ടുവലിച്ചവർ വലഞ്ഞു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ യേശു എത്തി. അസാധാരണമായൊരു അത്ഭുതം. പടക് കടലിന്റെ നടുവിലും യേശു കരയിലും. യാതൊരു കാരണവശാലും യേശുവിനെ വിടുവിക്കത്തില്ല. യാതൊരു കാരണവശാലും ഒരു സാധ്യതയുമില്ല. പ്രിയരെ, അങ്ങയുടെ കുടുംബം രക്ഷപ്പെടാൻ, അങ്ങയുടെ ഭാവി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞതിന്റെ മുൻപിൽ ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കരവിട്ട് കടലിന്റെ നടുവിൽ പടകായിരിക്കുമ്പോൾ ഈ പടക് കടലിൽ മുങ്ങിത്താഴുമെന്ന് തീരുമാനിച്ച് തകർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഹിഡൻ അജണ്ടകളെ നോക്കി ദൈവവചനം പറയുന്നു, ഒരു സാധ്യതയും കാണാത്തടത്ത്
അങ്ങയുടെ ഭാവിയെ, അങ്ങയുടെ കുടുംബത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവരുടെ കൈ കിട്ടിയ നന്മ അനുഭവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുടെ കണ്ണിൽ മുമ്പിൽ വരികയാണ്. 50-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 49-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രശ്നം നേരിട്ട സ്ഥലത്ത് ഏതു വിഷയമാണോ അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കടലിളകുകയാണ്. അതേ വിഷയത്തെ ചവിട്ടി നിന്ന് യേശു നടന്നു വരികയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് ഏത് വിഷയമാണോ പ്രതികൂലമായി നിൽക്കുന്നത്, ആ വിഷയത്തെ ധാരണം ചെയ്ത് ആ വിഷയത്തെ ആത്മവിശ്വാസത്തെ തോൽപ്പിച്ച് നിങ്ങളുടെ പടകിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ കടലിളകുന്നത് കണ്ട് ഭയപ്പെട്ടു. അവർ കടലിളകുന്നത് കണ്ട് ഭയപ്പെട്ടാൽ ആ കടലിന്റെ മുകളിലൂടെ യേശു നടന്നു വന്നു. ഇന്ന് ഈ വചനം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. നമ്മെ ഏറെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ മുകളിലൂടെ യേശു കടന്നു വരുവന്നേ. യേശു വരുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെടുകയും ഭൂതമാണെന്ന് അവർക്ക് ഭയപ്പെട്ടു. ആ സമയത്താണ് യേശു പറഞ്ഞ ഈ വേട് പറയുന്നത്, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവീ, ധൈര്യപ്പെടുവീ. നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയത്തിന്റെ മുകളിലൂടെ യേശു നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നിങ്ങളെ ഏത് വിഷയമാണ് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും എല്ലാം പറഞ്ഞു, ഈ വേദനയ്ക്കകത്ത്, ഈ നിരാശയ്ക്കകത്ത്, ഈ പ്രശ്നത്തിനകത്ത് അങ്ങയുടെ കുടുംബവും അങ്ങ് അവസാനിക്കത്തേ ഉള്ളെന്ന് വിധി എഴുതിയ വിഷയത്തിന്റെ മുകളിലൂടെ നടന്നു വരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. യേശു ആ വിഷയത്തിന്റെ മുകളിലൂടെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ഏത് പ്രശ്നത്തിന്റെ നടുക്കടലിലാണെങ്കിലും ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയാതെ, അസമാധാനം വിതച്ച് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക, എന്റെ ഈ ജീവിതം വല്ലാത്തൊരു ജീവിതമാണല്ലോ എന്ന് നമ്മളോട് പറഞ്ഞ സന്ദർഭങ്ങൾ കാണും. അതിന്റെ നടുവിൽ യേശു ഇന്ന് ഈ വചനത്തിൽ ധൈര്യപ്പെടുക, ഞാനാകുന്നു നിന്റെ അടുക്കൽ വരാൻ പോകുന്നത്. പ്രശ്നങ്ങളിൽ ഒളിച്ചോടുന്നവനല്ല ദൈവം. പ്രശ്നങ്ങളിൽ തന്നെ വിടുന്നവനല്ല നമ്മുടെ ദൈവം. പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാ ദൈവം. ഒറ്റ കാര്യം, ആ കർത്താവിനെ ഒന്ന് വിളിക്കാം. കർത്താവെ, പ്രശ്നത്തിന്റെ നടുകളിലല്ല ഞാനിപ്പോ. ഒരു പക്ഷെങ്കിൽ എന്റെ കയ്യിൽ കിട്ടിയ നന്മയിൽ ഞാനും എന്റെ പടകും ഈ കടലിൽ ഒരു പക്ഷെ മുങ്ങിപ്പോകുമായിരിക്കും. എന്റെ പ്രതീക്ഷകൾ അങ്ങനെ. ഒരു സാധ്യതയും കാണാത്തിടത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങയുടെ പടകിനകത്ത് ഇറങ്ങി വരും നിശ്ചയം. യേശുവരോട് പറയാം, ധൈര്യപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു. നിങ്ങളുടെ പടകിനെ മുക്കുന്നവനല്ല, മുങ്ങിയ അവസ്ഥയിൽ നിന്ന് പൊക്കിയെടുക്കുന്നവൻ. ഈ വചനത്തെ വിശ്വസിക്കുക. കടലിന്റെ ആഴത്തിലേക്ക് തള്ളിക്കളയുന്നവനല്ല, ആഴത്തിലേക്ക് തള്ളിക്കളയാൻ പിശാച് പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിനെതിരെ നിങ്ങളെ കരം പിടിച്ചുയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇനി നിങ്ങളെ ഒരു കടലിനും ഒരു കാറ്റിനും നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം യേശു നിങ്ങളുടെ പടകിലെത്തി. നിശ്ചയമായി നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം, എന്നീ വചനം മുഖാന്തരം നിങ്ങൾക്കൊരു റിലീസ് ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് വലിയൊരു റിലീസ് നിങ്ങൾക്ക് വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട. ആമേൻ. കർത്താവാകുന്നു എന്ന് പറയുന്നൊരു ഇമ്പസ്വരം നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ചെവിയിൽ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.